ഈ ഒരു ഐറ്റം കൊതിമൂത്ത് ഞാനും ഉണ്ടാക്കിയിട്ടാ. നമ്മളൊരു ഫ്രണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. അന്ന് എൻ്റെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ കിട്ടിയപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ അതാട്ടോ ഓർമ്മ വന്നത്. ഉണ്ടാക്കിയ ആൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ക്രെഡിറ്റ് മെൻഷൻ ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ പച്ചമാങ്ങ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ വലിയ മാങ്ങ ആയതുകൊണ്ട് 1.5 മാങ്ങയാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു പിടിയോളം കറിവേപ്പില അങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 8 or 10 ഒക്കെ വറ്റൽമുളക് എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ ആദ്യം 8 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 കൂടെ എടുത്തു. അങ്ങനെ ടോട്ടൽ 10 കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വറുത്ത് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. ചൂടാറിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട്. പിന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ഇതുപോലെ അങ്ങ് കോരിയെടുക്കുക. അത് ഒരുപാട് സമയം ഇട്ടാൽ അത് അലിഞ്ഞു പോകും കേട്ടോ. ഫസ്റ്റത്തെ എൻ്റെ കുറച്ച് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതും അതിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആദ്യം വറ്റൽമുളകും കറിവേപ്പിലയും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചില്ല, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളുമാണ്. മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്